ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് പി പത്മരാജൻ്റെ ഋതുഭേദങ്ങളുടെ പാരിതോഷികം എന്ന് പറയുന്ന പുസ്തകമാണ്. ഇതിൽ 78-ാം പേജിലൊരു സംഭവമുണ്ട്. നിനക്ക് എന്നെ പിരിയാൻ കഴിയില്ലെന്ന് തോന്നുന്നുണ്ടോ? ഇതുപോലെ ഒരു സായാഹ്നം നീയില്ലാതെ ഞാനും ഞാനൊപ്പമില്ലാതെ നീയും ഈ ഭൂമുഖത്തുണ്ടാവും എന്നിപ്പോൾ നിനക്ക് വിശ്വസിക്കുവാൻ വിഷമം തോന്നുന്നുണ്ടോ? ഉണ്ടാവും. കാരണം എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ തോന്നലുകൾ മറ്റെല്ലാ തോന്നലുകളെയും പോലെ തന്നെ അവാസ്തവങ്ങളാണ്. ഒരടുപ്പവും ശാശ്വതമല്ലല്ലോ. എങ്കിലും അടുത്തിരിക്കുമ്പോൾ ഒരിക്കലും അകലുകയില്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. അകൽച്ചയുടെ ചേതന വർദ്ധിപ്പിക്കാൻ പ്രകൃതിയുടെ സൂത്രം. ആക്ച്വലി ചില ആൾക്കാർ ചില ടോക്സിക് റിലേഷൻഷിപ്പിലൊക്കെ ആയിരിക്കുമ്പോഴത്തേക്കും അവർക്ക് ഇറങ്ങിപ്പോകാൻ ഭയങ്കര പേടിയാണ്, അല്ലെങ്കിൽ അവർക്ക് പറ്റത്തില്ല എന്ന് അവർക്ക് തോന്നും. കാരണം ആ ആളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് തോന്നും. പക്ഷേ നമ്മൾ വോളണ്ടിയർ ചെയ്ത് ഒരു റിലേഷനിൽ നിന്ന് വോക്ക് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും, നമ്മൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുമ്പോൾ 1-2 ദിവസം നമുക്ക് നല്ല ബുദ്ധിമുട്ട് കാണും. കൂടിപ്പോയാൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഭയങ്കര ബുദ്ധിമുട്ട് കാണും. പക്ഷേ ആ ഒരു സമയം കൊണ്ട് നമ്മൾ പയ്യെ ഹീൽ ചെയ്യാൻ തുടങ്ങും. ആൻഡ് അയാളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നി നമ്മളിരുന്നാൽ ലൈഫ് ലോങ് നമുക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കും. അതിൽ നല്ലത് ആ കുറച്ച് കാലത്തെ ബുദ്ധിമുട്ടാണല്ലോ. ആക്ച്വലി പലതും നമ്മുടെ തോന്നലാണ്. ആളില്ലാതെ പറ്റില്ല, അയാളുണ്ടെങ്കിൽ ലൈഫ് കംപ്ലീറ്റ് ആവും എന്നൊക്കെ ഉള്ളത് നമ്മുടെ തോന്നലാണ്. നമുക്കെപ്പോഴും നമ്മുടെ ഒരു ഹോൾഡ് ഉണ്ടായിരിക്കണം. വി ഷുഡ് നോട്ട് ലൂസ് എ ഹോൾഡ് ഓഫ് അവർ സെൽഫ് ആക്ച്വലി. കാരണം വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചാൽ നമ്മുടെ ലൈഫ് അല്ലാതായി പോകും ജീവിക്കുന്നത്. അവരെ റിവോൾവ് ചെയ്തിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവരുത്. അത് ലൂസായി എന്നുള്ള ഒരു ഫീൽ വരുവാണെങ്കിൽ ഗെറ്റ് ബാക്ക് എ ഹോൾഡ് ഓഫ് യുവർ സെൽഫ് ആൻഡ് സ്റ്റെപ്പ് ഔട്ട് ഓഫ് ടോക്സിക് റിലേഷൻഷിപ്സ്. കുറച്ച് ദിവസത്തേക്ക് വിഷമമൊക്കെ ഉണ്ടാവും ആൻഡ് ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറലി. പക്ഷേ പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പീസ് ഉണ്ടായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.